നമ്മളിന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? പറയൂ. കടുംബയിൽ ഹിൽസ്. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മള് റൂട്ട് കാണിക്കുന്നതാണ്. നമ്മളിപ്പോ കുണ്ടമൺ ഭാഗം ദേവീക്ഷേത്രം ട്രസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന 1985 മോഡൽ മാരുതി 800-ലാണ്. കേക്കാണ് ഡ്രൈവർ കിളി ഗായത്രി. നമ്മള് കുണ്ടമൺ കടവ് പാലം എത്തി. കുണ്ടമൺ കടവ് പാലം അതാണ് പാലം കേട്ടോ. നമുക്ക് ഈ കാറിൽ AC ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ AC വാങ്ങിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ലൈറ്റിന്റെ AC ആണ്. അതായത് ഇങ്ങനെ ഓണാക്കിയാൽ കറങ്ങിയാൽ കാറ്റ് കൊള്ളാം. നല്ല സുഖമായിട്ട് കാറ്റുണ്ട്. എല്ലാവർക്കും പോയി. ഇതിപ്പോ എനിക്ക് മാത്രം കൊണ്ടില്ലെങ്കിൽ തിരിച്ചു വെച്ച് കാക്കയ്ക്ക് കൊള്ളാം, ബാക്കിലിരിക്കുന്നൊന്നും കൊള്ളാം, എല്ലാവർക്കും കൊള്ളാം. ഈ ഫാൻ്റെ ഇത് മോഡൽ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റേഡിയം മ്യൂസിലുള്ള വണ്ടി ഉണ്ടല്ലോ, വണ്ടിയിൽ ഇങ്ങനെ ഓണാകുമ്പോൾ എല്ലാ ഊച്ചൂസും വരും. അതാണ് ഈ സെയിം സംഭവമാണിത്. നമ്മളിവിടെ താഴെ ഒരു തുള ഇട്ടിട്ടുണ്ട്. നേരത്തെ ആ തുള തുറന്ന് നമ്മൾ ചവിട്ടി സ്വന്തമായിട്ട് തള്ളി പോകുന്നതാണ്. തള്ളാൻ വേറൊരു തെണ്ടിയുടെയും ആവശ്യമില്ല. നമുക്ക് റോഡിൽ കൂടി പോകാൻ വഴിയില്ല ഗായ്സ്. ഇതാ കണ്ടോളൂ ഗായ്സ്, റോഡിന്റെ നടുക്കല്ല സൈഡിലായിട്ട് ഒരു വഴി. ഇത് എല്ലാം പോയി ഗായ്സ്. നമ്മുടെ ചേച്ചി ഓടയിൽ കൂടെ വണ്ടി ഓടിക്കുന്ന നോക്കൂ ഗായ്സ്. അടിപൊളിയായിട്ട് പോകുന്നു. നമ്മൾ റോഡിന്റെ സൈഡിൽ ഓടയാണ് ഗായ്സ്. സ്വിമ്മിംഗ് പൂൾ ആണ് വെക്കാൻ ഗായ്സ്. ഇതിലെ കൂടെയാണ് വെള്ളം ഒഴുകി പോകാൻ വേണ്ടി പുതിയ ഗവൺമെന്റ് ഇത് രൂപീകരിച്ചിരിക്കുന്ന റോഡ് സൈഡിലെ ഓട. മീൻ വളർത്താൻ പറ്റില്ല, ഒഴുക്കുണ്ട്. പൊളി വഴിയാണ് ഗായ്സ്. ഇത് കാണൂ ഗായ്സ്, ഫുള്ള് പച്ചപ്പും മലനിരകളും കാണൂ ഗായ്സ്. ഈ പുറത്ത് രാജ്യങ്ങളിൽ ജീവിക്കുന്നേക്കാളും കേരളത്തിലേക്ക് വരൂ ഗായ്സ്. ഈ പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ നാട്ടിലേക്ക് വരൂ ഗായ്സ്. കാണൂ ഗായ്സ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ തീട്ടങ്ങളൊക്കെ. ഇവര് നമ്മുടെ വഴിയിലൊന്നും ദൂരമൊന്നുമില്ല. നമ്മുടെ നാട്ടുകാരെ കുറിച്ചൊന്നും അങ്ങനെ പറയാൻ. ഇവിടെ നോർത്ത് ഇന്ത്യ പോലെ അല്ല ഗായ്സ്. ഇവിടെ എല്ലാ വീട്ടിലും കക്കൂസ് ഉണ്ട് ഗായ്സ്. സ്വച്ഛ് ഭാരത്. നമ്മള് കടമ്പ് ഹിൽസ് കേറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ കടമ്പ് ഹിൽസ് എന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. ഒരു പയ്യനോട് ഇരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്, ഫോൺ വിളിക്കുകയാണ്. നല്ല കയറ്റമാണ് ഗായ്സ്. ഒരു കാർ വരുന്നുണ്ട് ഗായ്സ്. സൈഡുണ്ടോ നോക്കട്ടെ ഗായ്സ്. മൂഞ്ചിയാണ് ഗായ്സ്, ആകെ മൂഞ്ചി. ഇടത്തോട്ട് പോയാൽ കുളം, വലത്തോട്ട് പോയാൽ കാട്. ഓ ഫുള്ള് പോയി. പൊട്ടൈ കയറിപ്പോയി. കോടമഞ്ഞാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കുടമഞ്ഞു പോലെ ഈ ഗ്രാമം. കണ്ടു ഗായ്സ്, കണ്ടോളൂ ഗായ്സ്. പോളി സ്ഥലമാണ് ഗായ്സ്. നമുക്ക് ഇറങ്ങി കാണാം. നോക്കൂ. മയിലിനെ കണ്ടു ഗായ്സ്. ആ സ്ഥലത്ത് വളർത്തുകയാണ് ഗായ്സ് മയിലിനെ. എന്തൊരു ഗായ്സ്, ചാടി പറയുകയാണ് ഗായ്സ്. പക്ഷെ മൊബൈൽ കുലുങ്ങുകയാണ് ഗായ്സ്. അവിടെ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രം. 6 കിലോമീറ്റർ മാത്രം. 12 മിനിറ്റ് ഡ്രൈവ്. It was an awesome off-road ride guys. കൊച്ചിക്കാറ് ഒറ്റ ട്രിപ്പിൽ 2 സ്ഥലം. നമ്മുടെ PP മാഡത്തിനെ കിട്ടാൻ പാടാണ്. അപ്പം ഇന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സോ കണ്ട ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വെരി ബിസി ഗേൾസ്. പ്രത്യേക മുന്നറിയിപ്പ്: വലിച്ചെറിയരുത്, മാലിന്യം വൃത്തികേടാക്കരുത്, പരിസരം ഓർക്കുക. പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ 10,000 രൂപ പിഴ. എവിടെ തീർന്നു? എവിടെ പാറ? ഇതാണ് പാറ. ഇത് മണ്ഡപം 1. മണ്ഡപം 1. കൂട്ടുകാരെ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ വ്യൂ. നോക്കിക്കോ ദിസ് വീഡിയോ. വെൺമേഘം പെണ്ണാകെ ഉരുവാനതോ. നമ്മളിപ്പോൾ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളോട് ട്രക്കിങ്ങിന് എത്തിയിരിക്കുന്നു. കൂട്ടുകാരെ കണ്ടോ? ഒറ്റ ദിവസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് അത് തളരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇറങ്ങണം. That was amazing shot. കയറി വാ മക്കളെ, കയറി വാ. ഐസ്ക്രീം വേണ്ട.
നമ്മൾ ഒരു സീനറി കാണാൻ വേണ്ടി വന്നു, പക്ഷെ നമ്മൾ പെട്ടുപോയി. ഇനി നമുക്ക് തിരിച്ചെങ്ങനെ പോകും നമ്മൾ? കൂട്ടുകാരെ ഇതാര്? അയ്യോ, 4 ഔട്ട് കംപ്ലീറ്റ്ലി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, പറയൂ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഈ തേരി ഉള്ളതുകൊണ്ട് കൊള്ളാം, പടി കയറാൻ പറ്റില്ല. ഹലോ ഗൈസ്, ഇത് ഒരു പ്രത്യേകതരം ഔഷധ ഗുണമുള്ള സസ്യമാണ്. പേര് നമ്മൾ ചുമ, ജലദോഷം, കഫക്കെട്ട് വരുമ്പം ഇത് അരച്ച് ഇലക്കിയിട്ട് തലയിൽ കൂടെ ഒഴിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മാറും. വയറിളകണമെങ്കിൽ അത് ഉപയോഗിക്കാം. സ്പെഷ്യലി ഫോർ വയറിളക്കം. നമ്മളിപ്പോൾ എത്തിയിരിക്കും കൂട്ടുകാരെ. അറ്റ് ലാസ്റ്റ് 100 കിലോമീറ്റർ നടന്ന് വന്നിരിക്കുന്നു ഇവിടെ. ഓ, യെസ്, മൈ 6 പാക്ക് ഒക്കെ വന്നു എനിക്ക്. ഈ വ്യൂ കാണൂ കൂട്ടുകാരെ, ഈ വ്യൂ കാണൂ. യു കെയിൽ ഇരുന്നൊന്നും കാണാൻ പറ്റില്ല. യു കെയിൽ ഇരുന്ന ഞാനിവിടെ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എക്സസൈസ് ഡൺ. ഇനി ഉണ്ടല്ലേ? എവിടെ? നല്ല വലിയ കുഴിയാണ് കൂട്ടുകാരെ, കുഴി. നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് തിന്നിരിക്കുന്നു. ഇനി മുകളിൽ കൂടെ ഒന്ന് പോകണം, എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോകേണ്ടത്. വീട്ടിൽ പെട്ടെന്ന് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയിന്. ഇവിടെ കാണിക്കും. ഇത് പ്രത്യേകതരം ഇവിടുത്തെ ക്ഷേത്രവാസികൾ നട്ടുപിടിപ്പിച്ച ഒരു പ്രത്യേകതരം ചെടിയാണ്. ഇത് പാറപ്പുറത്ത് മാത്രമേ പൊടിക്കാറുള്ളൂ. പാറച്ചെടി. ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് ആമീനെ ഓർമ്മ. ആമി ഇങ്ങനെ പറയില്ല, ഇത് പ്രത്യേകത. ഇത് കൊള്ളാം, സൂപ്പർമാൻ. ഇതൊന്ന് മിന്നൽ മുരളി. ഇത് മതി കേട്ടാ. തമ്മിൽ പൊളിച്ച് തമ്മിൽ കേട്ടാ. ഓ പിന്നെ എവിടെ വെച്ചോ? പോവില്ലല്ലോ. പോയാൽ നോക്കാമല്ലോ. പോവലേ കൂട്ടുകാരെ. നീങ്ങനെ കയറാം, പിടിക്കണ്ടേ? മാതാപിതാക്കല്ലേ മാപ്പ്. അതൊന്നുകൂടെ കാണി. ആയില്ലേ, വന്നില്ലേ? മാതാപിതാക്കളെ മാപ്പ്. നീ ഇന്നെന്തായിരുന്നു? നീ അങ്ങോട്ട് സന്നിഷ്ടക്കൂട്ട്. അവിടെ അങ്ങോട്ട് കയറി. നീ പണ്ട് കോളേജിൽ പോയി അതൊക്കെ മലയൊക്കെ കയറി ഇറങ്ങിയാണല്ലോ. ഏത് കോളേജിൽ? കോളേജിൽ പോയപ്പോഴത്തേക്ക് ഇറക്കണത് എല്ലാരും കൂടെ ഇറക്കും ചേച്ചി. ഇല്ല, എല്ലാരും ഇറക്കും, കുഴപ്പമില്ല. വാ, എല്ലാരും കയറല്ലേ, വാ. എനിക്കും പാട് തന്നെ. നമുക്ക് എല്ലാരും ഇവരുണ്ടല്ലോ, പിടിച്ചിറക്കും. ഇവരുള്ളതാണ് എന്റെ പേടി. അവിടെ കാണും കൂട്ടുകാരെ, അവള് കാണാ. അത് ആ പാമ്പാണ് അത്. നമ്മൾ ഇവിടെ കയറി ഹിമാലയ എത്തി കൂട്ടുകാരെ. വാവ്, വണ്ടർഫുൾ വ്യൂ. വാവ്, സൂപ്പർ. വാവ്. പാറയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു കുളമാണ് ഇത്. പണ്ട് ഏതോ ദൈവം വന്ന് ചവിട്ടിത്താത്തൊരു കുഴിയാണ്. ഈ കുഴിയിലാണ് വെള്ളം നിറഞ്ഞ അമ്പൽക്കുളമായിട്ട് കിടക്കുന്നത്. വാവ്.
അയ്യോ കൂട്ടുകാരെ, നമ്മളിവിടെ കയറി എവിടെയോ എത്തി കൂട്ടുകാരെ. വയനാടാണ്, മൂന്നാറാണ്, എവിടെയാണിത്? Guess the place. ആ ബെഞ്ച് കണ്ട കൂട്ടുകാരെ, ബെഞ്ച് ഉണ്ടാക്കി. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. നല്ല കാറ്റ് കേട്ടാ. ഇല്ലേ ഗൈസ് ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. ഇതാണ് ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സിഗ്നൽ തരുന്ന ടവർ. ഇതിൽ എല്ലാ സിഗ്നലും ഉണ്ട്. ഐഡിയ, വോഡാഫോൺ, എയർടെൽ, BSNL എല്ലാ സിഗ്നലും ഈ ടവർ കൂടെയാണ് വരുന്നത്. ട്രിവാൻഡ്രത്തിൽ ഏറ്റവും വലിയ ടവറാണ്. ഇത്രയും ഹൈറ്റിൽ ഇരിക്കുന്ന ടവർ ഇതാണ്. കറക്റ്റ് ആൻസർ. ഈ പാറ മുകളിൽ ഒരേ സമയം ഒരു 4-5 കല്യാണമൊക്കെ നടത്താൻ പറ്റും. അതിനുള്ള മണ്ഡപങ്ങളാണ്. ഒന്ന് അവിടെയുണ്ട്, ഒന്ന് താഴെയുണ്ട്, ഒന്ന് അതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയിലിരുത്തി തറയിലിരുത്തി സദ്യയൊക്കെ വിളമ്പുന്നതാണ്. ഫ്രീ ആയിട്ട് ഇപ്പോൾ പോകേണ്ടി വരും. ഇവിടെ കക്കൂസും ഉണ്ട്. കക്കൂസിൽ പോയിട്ട് ഈ പാറ മുകളിൽ ഇരുന്നിട്ട് നേരം കാണാം. വെള്ളം കാണൂല. അമ്പലാണെന്നോ അവിടെ ടാഗ് കെട്ടി വെച്ചേക്കുന്നത്. ചന്ദ്രനെയും ഒരു ദിശയിൽ കാണാൻ പറ്റും, ഒരു ദിശയിൽ 2 ദിശയിൽ. കുറേ സ്ഥലമാണ് ഈ സ്ഥലം. ഇല്ല, 7:30 എല്ലാരും താഴെ ഇറക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. 1 2 3 4. ഇതെന്ത് കഥകളിയാ, ഭരതനാട്യം? ഗായ്സ്, നമ്മൾ ഏറ്റവും ഉയർന്ന പ്രദേശമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാം. ആ സൈഡിൽ നിന്ന് കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിൻ്റെ സൈഡിലുള്ള എല്ലാ സാധനവും കാണാം. ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ തമ്പാനൂർ, അവിടെ നിന്ന് അതിൻ്റെ അപ്പുറത്ത് കാട്ടാക്കട, അതെല്ലാം കാണാം. ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പൊന്മുടി വരെ കാണാവുന്നതാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗായ്സ്, എത്രയും വേഗം ഇവിടെ നിങ്ങൾ എത്തേണ്ടതാണ്. ലൊക്കേഷൻ പറഞ്ഞില്ലേ? ലൊക്കേഷൻ ശാസ്താംപാറ. ആർക്കറിയാം? ഇതെന്തോന്ന്? என்ன வேணா நடக்கட்டும், நான் சந்தோஷமா இருப்பேன். ഉസിർക്ക് ഗായ്സ്. എല്ലാവരും ഇപ്പം നമ്മളിവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് ടയർഡായിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. നാളെ ഫുൾ ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ബൈ 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 ബൈ. കൂട്ടുകാരെ, ഇവിടെ ഞാൻ മാത്രം പൈനാപ്പിൾ, ബാക്കിയെല്ലാവരും വാട്ടർമെലൺ. എന്ത് വിധി ഇത്, വല്ലാത്ത സതി ഇത്. പറയൂ, എന്താണ് പറയാനുള്ളത്? സ്ട്രോ ഉണ്ടോ സെൻട്രലിലേക്ക്? ഓക്കെ അല്ലേ നേരത്തെ കൂട്ടാ കൂട്ടുകാരെ, cheers. നല്ല രസമുണ്ടോ? ഇത് കണ്ടോ, തീർത്തു. ഇത് നോ ഷുഗർ, എല്ലാ ഷുഗർ, എല്ലാ റൈസ്. ഇത് എന്തായിരുന്നു? ലിറ്റിൽ ഷുഗർ ആൻഡ് നോ ഐസ്, ഫുൾ ഐസ്. ഇതെല്ലാം ഷുഗർ. എന്താണ്? ഐ ആം നോ ഷുഗർ ആൻഡ് ലിറ്റിൽ ഐസ്. നമ്മളെല്ലാവരും എൻ്റെ കല്യാണത്തിനും ഇവളുടെ കല്യാണത്തിനും വേണ്ടി എല്ലാവരും ഇവിടെ ഡയറ്റാണ് കൂട്ടുകാരെ, അല്ലേ? Only 2 hours diet, only fruits. We are going to be white. പോയാ എന്ത് പോയി? ഇതേപോലെ ആയിരിക്കും white.